നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ വാഹനം ജസ്റ്റ് ഓഫ് ചെയ്ത് നിങ്ങൾ ഐഡ്ലിങ്ങിൽ അവിടെ നിൽക്കുകയാണ്, വേറൊരു വാഹനം വന്ന് ഇടിച്ചു, അങ്ങനെയാണെങ്കിൽ എയർ ബാഗ് പൊട്ടുമോ? നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനം ഒരു എയർ ബാഗ് ഉള്ള വാഹനം, ഇപ്പോഴത്തെ എല്ലാ വാഹനത്തിനും എയർ ബാഗ് ഉണ്ട്. എന്നാൽ എയർ ബാഗ് ഉള്ള വാഹനങ്ങൾക്കെല്ലാം നിർത്തിയിട്ട് കഴിഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണ്, അങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വേറൊരു വാഹനം നിങ്ങളുടെ വാഹനത്തിലോട്ട് വന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് പൊട്ടുമോ? നല്ലൊരു ചോദ്യമല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. കാരണം നമ്മൾ വെറുതെ ഐഡ്ലിങ്ങിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരിക്കുകയാണ്, വേറൊരു വാഹനം അവിടെ നല്ല സ്പീഡ് നമ്മുടെ വാഹനത്തിലോട്ട് ഒറ്റയിടി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് പൊട്ടുമോ? 100% എയർ ബാഗ് പൊട്ടും. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനം ഐഡ്ലിങ് നിൽക്കണമെന്നോ അല്ലെങ്കിൽ സ്പീഡ് ഉണ്ടായിരിക്കണമെന്നോ ഒന്നുമില്ല. ശരിക്കും ആ ഒരു ഇമ്പാക്റ്റ് സെൻസർ, അതായത് വാഹനത്തിൽ വരുന്ന ഇമ്പാക്റ്റ് സെൻസർ എന്ന് പറയുന്ന സെൻസറിലോട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ, അതായത് ഇത് കൂടുതലും നമ്മുടെ പില്ലേഴ്സിലാണ് വരുന്നത്, അതായത് ഫ്രണ്ടിൽ വരുന്ന പില്ലേഴ്സിലോട്ടാണ് ഈ ഒരു ഇമ്പാക്റ്റ് സെൻസർ കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും രീതിക്ക് നമ്മുടെ ബമ്പർ ഇടിച്ചു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്രോസ് പിടിച്ച് ജസ്റ്റ് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ചെറിയൊരു ഇമ്പാക്റ്റ് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തോ ഒരു ഇടി വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ വലിയൊരു സംഭവം ഇതിനകത്തോട്ട് കയറി വരുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ അങ്ങ് പൊട്ടിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് എയർ ബാഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ വാഹനം ജസ്റ്റ് ഓഫ് ചെയ്ത് നിങ്ങൾ ഐഡ്ലിങ്ങിൽ അവിടെ നിൽക്കുകയാണ്, വേറൊരു വാഹനം വന്ന് ഇടിച്ചു, അങ്ങനെയാണെങ്കിൽ എയർ ബാഗ് പൊട്ടുമോ? അതായത് കണ്ടീഷൻ ഓർക്കുക, വാഹനം ഓഫായിരിക്കുന്ന ഒരു കണ്ടീഷനിൽ എയർ ബാഗ് പൊട്ടുമോ ഇല്ലയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു 10 സെക്കൻഡ് വരെയൊക്കെ നമുക്ക് ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ അവിടെ നടക്കും. പക്ഷേ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എയർ ബാഗ് ഡെവലപ്പ് ആകത്തില്ല. അതായത് നമ്മുടെ വാഹനം ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു 10 തൊട്ട് 15 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു വാഹനം വന്ന് നമ്മുടെ വാഹനത്തിലോട്ട് ഇടിച്ചാൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ എയർ ബാഗ് എക്സ്പ്ലോഡ് ആകത്തില്ല. വേറൊന്നും കൊണ്ടല്ല അത് എക്സ്പ്ലോഡ് ആകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു, അവിടെ ഒരു കറണ്ട് ചെല്ലുന്നില്ല. ഇത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കറണ്ട് വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. എയർ ബാഗ് പൊട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാനൊന്ന് ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഒരു എയർ ബാഗ് വർക്ക് ചെയ്യുന്നുള്ളത്. കാരണം ഞാൻ ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ ഇട്ട് തന്നെ നമ്മളൊരു എയർ ബാഗ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് ജസ്റ്റ് ലൈക്ക് കൊടുക്കുക, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് കൂടെ ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഏതായാലും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വാഹനം ഓഫാക്കി ഇട്ടിരിക്കുകയാണെന്നുള്ളത്, അതായത് എവിടെയെങ്കിലും ഓഫ് കണ്ടീഷനിൽ നമ്മൾ വാഹനം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വേറെ വാഹനം വന്ന് നമ്മുടെ വാഹനത്തിൽ ഇടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ ബാഗ് പൊട്ടണമെന്നില്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ വാഹനത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒതുക്കി നിർത്തി സംസാരിക്കാനോ അങ്ങനെ വല്ലതൊക്കെ ഒതുക്കി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഹനം എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പോലും ശ്രദ്ധിക്കാതെ വേറൊരു വാഹനം വന്ന് നമ്മുടെ വാഹനത്തിൽ ഇടിക്കുകയോ വല്ലതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സേഫായിട്ട് ഇരിക്കാൻ സാധിക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുകയാണെങ്കിൽ.